ഇനി ആർക്ക് വീഴ്ചയുണ്ട് ആർക്ക് വീഴ്ചയില്ല എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കേണ്ട കാര്യമല്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടക്കുകയാണ്. ആ പരിശോധനയുടെ ഭാഗമായി ആർക്കെല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുക തന്നെ ചെയ്യും. ആ കണ്ടെത്തിയാൽ അതനുസരിച്ചുള്ള നടപടികളും സ്വീകരിക്കും. എന്നാൽ വന്നിടത്തോളം ബോർഡിനെ സംബന്ധിച്ചൊരു പരാമർശം വന്നിട്ടില്ല. അല്ല, ഇത്തരം കാര്യങ്ങള് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടികൾ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെയുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാ ശ്രദ്ധയിൽപ്പെടുന്നത്? അതും ഒരു വിചിത്രമായ കാര്യമാണല്ലോ. അതും നമ്മൾ നോക്കണല്ലോ. ഇപ്പൊ പറയുന്ന ഒരു ആളുണ്ടല്ലോ, ഒരു പോറ്റി. ആ പോറ്റി ഒരു ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണല്ലോ. ആ വെളിപ്പെടുത്തല് അവിടുത്തെ ചില കാര്യങ്ങൾ കാണാനില്ല എന്നുള്ളതായിരുന്നു. ആ വെളിപ്പെടുത്തലിന്റെ തുടർച്ചയായിട്ടാണ് ദേവസ്വം വിജിലൻസ് ആ കാര്യത്തിൽ അന്വേഷിക്കാൻ പുറപ്പെടുന്നത്. ആ അന്വേഷണം എത്തിച്ചേർന്നത് എവിടെയാ? അവിടെ ഉള്ള ഒരു പീഠം, പീഠത്തിന് എന്തോ ഒരു പ്രത്യേക പേരുണ്ട്. ആ പീഠം അവിടുന്ന് മാറ്റിയിരിക്കുന്നു. അത് ഈ പറയുന്ന പോറ്റിയുടെ ഒരു ബന്ധുഗൃഹത്തിലെത്തിയിരിക്കുന്നു. അപ്പോ ഏതോ ഒരു വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നൊരു കാര്യമായിരുന്നു. ആ ശബരിമലയും പരിസരങ്ങളിലും നല്ലതുപോലെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പോറ്റി എന്നത് ഇപ്പോൾ പലതരത്തിലും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു ഗൂഢാലോചനയിലൂടെ ആ ഘട്ടത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമം, ആഗോള സംഗമം, ആ ആഗോള സംഗമത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ പോറ്റിയടക്കം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയായിരുന്നു. നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകളുമായി ദേവസ്വം വിജിലൻസ്. വിജയമല്യ സംഭാവന ചെയ്ത സ്വർണം കൊണ്ട് പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളും പിന്നീട് സ്വർണം പൂശി വന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി. സ്വർണത്തിൽ തിരിമറി നടന്നുവെന്ന് വ്യക്തമാക്കിയ കോടതി അന്വേഷണം പൂർത്തിയാക്കാൻ പ്രത്യേക സംഘത്തിന് 6 ആഴ്ച സമയവും അനുവദിച്ചു. 2 ആഴ്ചയിലൊരിക്കൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നും കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ എല്ലാം പാലിച്ചായിരിക്കും സ്വർണ്ണമോഷണത്തിലെ അന്വേഷണമെന്ന് DGP റവാദ ചന്ദ്രശേഖർ പറഞ്ഞു. സ്വർണ്ണപ്പാളി മോഷണത്തിൽ കുറ്റവാളികൾ നിയമത്തിന്റെ കരങ്ങളിൽപ്പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആർക്കൊക്കെ വീഴ്ച വന്നു എന്നത് അന്വേഷണത്തിൽ വ്യക്തമാകും. ആഗോള അയ്യപ്പ സംഗമത്തെ വിവാദത്തിലാക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണം ഉന്നയിച്ചത്. അന്ന് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെയും പുറത്തു കൊണ്ടുവരും എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ ആരാണ് ശബരിമലയിലെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? ദേവസ്വം ബോർഡ് അറിയാതെ എങ്ങനെ തട്ടിപ്പ് നടക്കും? പ്രത്യേക അന്വേഷണ സംഘത്തിന് കുറ്റവാളികളെ കണ്ടെത്താനാകുമോ? പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ദേവസ്വം ബോർഡ് മുൻ അംഗം ശ്രീ അജയ് തറയിൽ, CPIM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ RV ബാബു, ഹിന്ദു ഐക്യവേദി, അയ്യപ്പ സംരക്ഷണ സമിതി പ്രതിനിധി രാഹുൽ ഈശ്വർ എന്നിവരാണ്. ആദ്യം ശ്രീ അജയ് തറയിൽ, ഇന്ന് രാവിലെയും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതാണ്. ആ ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള നിർണായകമായ ചില ഇടപെടലുകൾ ആണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സംസാരിച്ചത്. ഇപ്പോഴിതാ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ്. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയാണ് അത് എന്ന് പറയുന്നു. ശബരിമലയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവർ തന്നെയാണല്ലോ ഈ വിഷയം ഉന്നയിച്ചത്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ആരായിരിക്കാം ഇത്തരം ഗൂഢാലോചനകൾക്ക് പിന്നിലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഒരു ഗൂഢാലോചന സിദ്ധാന്തം ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇത് ഈ
പണ്ട് പറയുമല്ലോ, എങ്ങോ ആല് മുളച്ചാൽ അതൊരു തണലായി എന്ന് ധരിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എന്ത് പറയാനാണ്? ഈ കഴിഞ്ഞ സെപ്റ്റംബർ 20 നടന്ന അയ്യപ്പ സംഗമത്തിന് തൊട്ടു മുമ്പ് 9 ആരും അറിയാതെ ഈ സാധനം രണ്ടാമത് പൂശാനും വേണ്ടി തമിഴ്നാട് കടത്തിയപ്പോൾ അതിൻ്റെ ക്യാമറ ഫുഡിങ്സ് സ്പെഷ്യൽ കമ്മീഷണർക്ക് കണ്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ പരാതി കൊടുത്തതാണ്. അങ്ങനെയാണ് ഈ കേസ് ഉത്ഭവിക്കുന്നത്. അങ്ങനെ ഹൈക്കോടതി തടഞ്ഞു. ഹൈക്കോടതി തടഞ്ഞപ്പോൾ ഇവർ താണുകേണ് അപേക്ഷിച്ചിട്ട് പറഞ്ഞു, ഇത് സ്വർണം ഉരുക്കിപ്പോയി, ലായിനി അവസ്ഥയിലാണ്, അത് പൂശിയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ 21 തിരിച്ചു കൊണ്ടു. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ആര് ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞാൽ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡും മന്ത്രിയും കഴിഞ്ഞ 2019 തുടങ്ങി നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഞങ്ങൾ പറയുന്നതാണ്. ഞങ്ങൾ പറയുന്ന ഗൂഢാലോചനയും മുഖ്യമന്ത്രി പറയുന്ന ഗൂഢാലോചനയും ഒന്നാണ് എങ്കിൽ ഈ ശബരിമലയിലെ ഈ ദ്വാരപാലക ബിംബങ്ങളെ കൊണ്ടുപോകാൻ നടത്തിയ ഹീനമായ, കേട്ടാൽ അറപ്പ് തോന്നുന്ന രീതിയിലുള്ള കളവ് കേരള ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുകയല്ലേ. ശ്രീ വിജയമല്ലയ്യ ഏതാണ്ട് 7 കിലോ സ്വർണം കൊണ്ട് പൊതിഞ്ഞ ആ ദ്വാരപാലക വിഗ്രഹം അവിടെ നിന്ന് ഇളക്കിയെടുത്തു. അത് ഇളക്കിയെടുക്കാൻ വേണ്ടി വലിയ ഗൂഢാലോചന നടത്തി. എന്താണ് ഗൂഢാലോചന നടത്തിയത്? അത് ചെമ്പാണ് എന്ന് റിക്കാർഡുണ്ടാക്കി. ചെമ്പാണ് എന്ന് അവിടെ AO പറയിപ്പിച്ചു. ചെമ്പാണ് എന്ന് അവിടെ കൂടിയ ബോർഡ് യോഗം തീരുമാനിച്ചു. ഞാൻ വെല്ലുവിളിക്കുന്നു, ബോർഡ് യോഗത്തിൻ്റെ മിനിറ്റ്സ് വൈകിയായിരിക്കും എഴുതുക. ബോർഡ് യോഗത്തിൽ ശ്രീ ദേവസ്വം ബോർഡ് പ്രസിഡന്റും 2 മെമ്പർമാരും സെക്രട്ടറിയും അടക്കുന്ന ബോർഡ് യോഗത്തിൻ്റെ തീരുമാനമാണ് ശബരിമലയിലെ ദ്വാരപാലകർ ചെമ്പാണ് എന്ന്. ആ ചെമ്പ് പാളികൾ സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തുവിടുന്നു എന്ന് പറഞ്ഞ് കൊടുത്തുവിട്ടു. ഞാൻ ചോദിക്കട്ടെ, ഈ ചെമ്പ് പാളി എന്ന് പറഞ്ഞ് കൊടുത്തുവിട്ട സാധനം ശ്രീ വിജയമല്ലയ്യ സ്വർണം പൊതിഞ്ഞ് സാധനം കൊണ്ടുപോയി അവിടെയുള്ള പല ആളുകൾക്കും കാഴ്ചവെച്ചു. അവരിത് പണം വാങ്ങി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി. ആ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. അല്ല, അവിടെ ഞാൻ അത് താങ്കൾ അതിലേക്ക് നമുക്ക് വിശദമായി വരുന്നതിന് മുമ്പ് അതാണ് മുഖ്യമന്ത്രി, അതായത് ഇത്തരം സംഭവങ്ങൾ ഏതോ കാലഘട്ടത്തിൽ നടന്നതാകാം, പക്ഷേ ഇത് കൃത്യമായി ആ സമയത്ത്, അതായത് ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ മാത്രം ഇതിന്മേൽ ചില ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം ഇതിനെ നിഷേധിക്കുന്നില്ല. അതായത് ഇവിടെ നിന്ന് സ്വർണം കടത്തിയിട്ടില്ല എന്നോ ശബരിമലയിൽ ക്രമക്കേട് ഉണ്ടായിട്ടില്ല എന്നോ ഒന്നും പറയുന്നില്ല. മറിച്ച് ഈ വിവാദം പുറത്തു വന്ന സമയത്തെയാണ് മുഖ്യമന്ത്രി ഇന്ന്, അത് പൊതുവെ CPIM ഉയർത്തി കാണിക്കുന്ന ഒന്നാണ്, പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് വളരെ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് പറയുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ശ്രദ്ധ തിരിച്ചുവിടാൻ പറയുന്നല്ലേ. ശ്രീ പ്രശാന്ത് എന്ന് പറയുന്ന ദേവസ്വം പ്രസിഡന്റ് തന്നെയല്ല ഇത് കൊടുത്തുവിട്ടത്. പ്രശാന്തല്ലേ കൊടുത്തുവിട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആള് 1 കോടി രൂപ അയ്യപ്പ സംഗമത്തിന് വേണ്ടി പല ആളുകളെക്കൊണ്ട് സ്പോൺസർ ചെയ്യിച്ചുള്ള വ്യക്തിയല്ലേ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഇരിപ്പിടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പേരെഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി സീറ്റ് മാറ്റി വെച്ചവരല്ലേ ഇവർ. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തോളത്ത് കൈവച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൊടുത്തു വിട്ടതിന് ആരുടെ നെഞ്ചത്ത് കയറാനാണ് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്? അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടത്തിയ ഗൂഢാലോചനയാണോ? അത് നിസ്സാര കാര്യമാണോ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ വൈകാരികമായ പ്രശ്നം അതല്ല. ശബരിമല അവിടെ ഗണപതി പൂജ നടത്തുന്ന സ്ഥലത്ത് ഒരു ഗണപതിയുടെ ഒരു ചെറിയ വിഗ്രഹമുണ്ടായിരുന്നു. ആ വിഗ്രഹം വളരെ വർഷങ്ങളായി അവിടെ ഇരിക്കുന്നതാണ്. നിരവധി ഗണപതി പൂജകൾ കഴിഞ്ഞുപോയി. 2 വർഷം മുമ്പ് ദേവപ്രശ്നത്തിൽ ആ ഗണപതി പൂജയ്ക്ക് ദേവചൈതന്യം ഉണ്ട് എന്ന് കണ്ടെത്തി. അതുകൊണ്ട് ആ ഗണപതിക്ക് ദേവചൈതന്യമുണ്ട്, അതുകൊണ്ട് ശബരിമലയിൽ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു. അവിടെ പ്രതിഷ്ഠിച്ചു. ഈ 98 വിജയമല്ലയ്യ സ്വർണം പൊതിഞ്ഞ ഈ വിഗ്രഹം, ഈ ബിംബം
വർഷങ്ങളായി അവിടെ നിന്ന് വിളക്ക് കൊണ്ട് പ്രാർത്ഥന കൊണ്ട് അതിന് ദേവചൈതന്യം വന്നിട്ടുണ്ട്. ആ ദേവചൈതന്യം വന്ന ആ 2 ദ്വാരപാലകരെ കൊണ്ടുപോയി ഹൈക്കോടതി പറയുന്ന ഏതോ മുതലാളിക്ക് കോടാനുകോടി രൂപക്ക് വിറ്റിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പറയുന്നത് അത് കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്ന്, അത് പത്മകുമാറിന് അറിയാമെന്ന്, അത് മുഖ്യമന്ത്രിക്ക് അറിയാം. ഈ ഗവൺമെന്റ് ഏതോ കാലഘട്ടത്തിലല്ല പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയും ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിമാരിക്കുന്ന കാലത്ത് നടന്ന സംഭവം അദ്ദേഹത്തിന് ഒളിച്ചോടാൻ കഴിയുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, അതാണ് അതായത് അജയ് തറയിൽ ചോദിക്കുന്നത്, ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കസേര പ്രത്യേകമായി മാറ്റിയിടുന്ന, അവിടേക്ക് അയ്യപ്പ സംഗമത്തിനടക്കം വലിയ തുക സ്പോൺസർമാരിൽ നിന്നടക്കം കണ്ടെത്തി നൽകിയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന്റെ തോളത്ത് കൈയിട്ട് നടക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വെളിപ്പെടുത്തൽ നടത്തിയെങ്കിൽ അത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറയുന്നുവെങ്കിൽ അതിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുക? ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ പാഴ്വാക്കുകൾ എന്നതിനപ്പുറത്തേക്ക് ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകളെ കാണേണ്ടതില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്താണ് അതിന് മറുപടി നൽകാൻ സാധിക്കുക ശ്രീ ഹസ്കർ? അഭിലേഷ്, ആഗോള അയ്യപ്പ സംഗമം കേരളത്തിൽ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങളുടെ തുടക്കം കുറിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഇപ്പൊ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി റോഡിൽ തുണിയുരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. ഒരു പെരുങ്കള്ളൻ അവതാരമായി അവതരിക്കുകയും ശബരിമലയിലെ സ്വർണവും സ്വത്തുക്കളും കട്ടുകൊണ്ടുപോയി എന്നുള്ളത് ഇപ്പൊ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ശ്രീ ഹസ്കർ, അങ്ങനെ ഒരു കള്ളൻ മാത്രമായിട്ടായിരിക്കും കൊണ്ടുപോയത് എന്നൊന്നും കേരളത്തിന്റെ പൊതുസമൂഹം വിശ്വസിക്കുന്നില്ല. അത്രമേൽ മിടുക്കനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങനെ ആരും അറിയാതെ ആ ശബരിമലയിൽ നിന്നങ്ങ് അടിച്ചുകൊണ്ടുപോയി എന്നൊക്കെ ശരാശരി മലയാളിക്ക് വിശ്വസിക്കാനും ബുദ്ധിമുട്ടില്ലേ ശ്രീ ഹസ്കർ? അല്ല അഭിലേഷ്, ഇതില് സ്വാഭാവികമായി നമുക്ക് അത്തരം സംശയങ്ങൾ തോന്നുന്നത് തെറ്റു പറയാനാവില്ല. കാരണം ഒരാൾക്ക് മാത്രമായി അത് ചെയ്യാൻ കഴിയില്ല. വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടത്തപ്പെട്ടിട്ടുള്ള ഒരു മോഷണമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ദേവസ്വത്തിന്റെ ഇപ്പൊ സസ്പെൻഡ് ചെയ്യപ്പെട്ടുള്ള മുരാരി ബാബു മുതൽ 9ഓളം ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ, മുൻ ഉദ്യോഗസ്ഥന്മാരടക്കം ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. വിജിലൻസ് ആണല്ലോ, ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആണ് ഇത് സംബന്ധിച്ച് ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മേന്മയെ മാറ്റുകുറച്ച് കാണിക്കുന്നതിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ പത്രസമ്മേളനത്തിലൂടെയാണ് ഈ അവതാരത്തെ നാം ആദ്യമായി പൊതുസമൂഹത്തെ തിരിച്ചറിയുന്നത്. അത് ആരുടെ ഭാഗത്തു നിന്നുള്ള ഗൂഢാലോചനയാണെന്ന് വളരെ കൃത്യമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ ആ ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ വേണം ഇക്കാര്യം. അല്ല, താങ്കൾ എന്താണ് പറയുന്നത്? അതായത് തുണി ഉരിഞ്ഞു നിൽക്കുന്നു എന്ന് താങ്കൾ ആ പ്രയോഗം സ്വീകരിച്ചത് കൊണ്ടാണ് ഒരു വ്യക്തി സ്വയം തുണി ഉരിഞ്ഞുകൊണ്ടൊരു വിവാദവും ഗൂഢാലോചനയും സൃഷ്ടിക്കുമെന്നത് പോലും ഒരു യുക്തിക്ക് നിരക്കുന്ന ഒന്നാണോ ശ്രീ ഹസ്കർ? അങ്ങനെയല്ല. തുടക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിച്ച് കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ സംഘപരിവാർ സംഘടനകളും ആഗോള അയ്യപ്പ സംഗമത്തെയും ശബരിമലയെ അടക്കം ആക്ഷേപിക്കുന്നതിനു വേണ്ടി ശ്രമം നടത്തി. പക്ഷെ ഇപ്പോ ആരാണ് മോഷ്ടാവ്? ഒരു മോഷ്ടാവ് സ്വയം താൻ തന്നെ ചെയ്ത മോഷണത്തെ സാധൂകരിക്കുന്നതിനു വേണ്ടി വിവാദമുണ്ടാക്കിയും അത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മേന്മയുടെ മാറ്റുകുറച്ച് കാണിക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോ വെളിവായിട്ടുണ്ടല്ലോ. അപ്പൊ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്യുന്നു. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ ഏതെങ്കിലും ഒരു തരി പൊന്ന് ആരെങ്കിലും കട്ടുകൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനുള്ള ആർജവം ഇടതുപക്ഷ സർക്കാരിനുണ്ട്. അത് പുറത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നാണ് ഇപ്പോഴും നമുക്ക് പറയേണ്ടി വരുന്നത്. കട്ടുകൊണ്ട് പോയി എന്നത് അവിടെ വ്യക്തമല്ലേ ശ്രീ BN ഹസ്കർ? അതുകൊണ്ടാണല്ലോ ദേവസ്വം ബോർഡ് ഇപ്പോ ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. നാളിതുവരെ അത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായും യുക്തവുമായിട്ടുള്ള അന്വേഷണം ദേവസ്വം വിജിലൻസ് നടത്തുകയും ദേവസ്വം വിജിലൻസിന്റെ ഫൈൻഡിങ്സോടുകൂടി അതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്, അതിൽ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ ശരി, അതാണ് ഞാൻ ചോദിച്ചത്. അതിലൊരു മോഷ്ടാവ് എന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എങ്കിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരമൊരു ഗൂഢാലോചനയുടെ ഭാഗമായി നിൽക്കുമോ? അദ്ദേഹം ഒരു മിടുക്കനായ കള്ളനാണ് എങ്കിൽ. അല്ല, ചില കള്ളന്മാർക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. മോഷ്ടിച്ച മുതലുകൾ സ്വയം ഒളിപ്പിച്ചു വെക്കുകയും അതിനുശേഷം പൊതുസമൂഹത്തിൽ വന്ന് വളരെ മാന്യമായി പെരുമാറുകയും മാന്യമായി ഇടപെടുകയും ചെയ്യുന്ന നിരവധി കള്ളന്മാരെ നമുക്ക്. അത്തരത്തിലൊരു കള്ളനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് നമുക്കിപ്പോ തെളിഞ്ഞല്ലോ. ശരി, പക്ഷെ എന്റെ ഒരു സംശയം ഇതാ, ഈ CPM-ന്റെ തന്നെ പ്രതിനിധി ആയിരുന്നല്ലോ ശ്രീ വാസു. ഈ വാസുവിന്റെ പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചില്ലേ? ഇതിലിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രേഖാമൂലം ലഭിച്ചിട്ടുള്ളത് ചെമ്പാണ്. അപ്പോൾ പിന്നെ
താങ്കൾ ഈ പറയുന്ന അബദ്ധവും ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിയമപരമായി പോലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? അല്ല അഭിലാഷ്, അതില് മഹസറിൽ ചെമ്പ് എന്ന് തിരുത്തി എഴുതുകയും ആദ്യം ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ അടക്കം ഇതു സംബന്ധിച്ച് നേരിട്ട് ചെന്ന് അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ ഇതിനെ അനുഗമിക്കണം എന്നതടക്കമുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനം അട്ടിമറിച്ച് മറ്റൊരു ഉദ്യോഗസ്ഥയാണ്. ആ ഉദ്യോഗസ്ഥരുടെ പേരും ഇപ്പോ മാധ്യമങ്ങളിലൂടെ നാം കേട്ടതാണല്ലോ. അപ്പോ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ആ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കയ്യിലാക്കി അവരെ ചൊൽപ്പടിക്ക് നിർത്താൻ കഴിയുന്ന സാമ്പത്തികമോ അല്ലാതെയോ ഉള്ള സ്വാധീന ശക്തിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി വളർന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പൊതുമധ്യത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെരുമാറ്റം, ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളാണ് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എൻ വാസു ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ആയിരുന്ന കാലഘട്ടത്തിലോ അദ്ദേഹം ദേവസ്വം കമ്മീഷണർ ആയിരുന്ന കാലഘട്ടത്തിലോ അല്ല ഇത്തരം ഒരു ഈ മാറ്റം. അല്ലല്ല, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു സാങ്കേതികത്വമാണ് ഞാൻ പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുന്നിൽ ഇപ്പോഴും അദ്ദേഹം കുരുക്കിലാകാൻ പോകുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണം വാസുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. അല്ല, നിശ്ചയമായും ഒരു പ്ലെയിൻ റീഡിംഗിൽ നമുക്ക് തോന്നും ആ മഹസറിന്റെ ഉപയോഗം കൊണ്ട്, അല്ലെ ആ മഹസർ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിയമപരമായ ക്ലച്ചസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന്. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയും. ആ മഹസർ തയ്യാറാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണല്ലോ ഈ ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതാണ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ താങ്കൾ പറഞ്ഞു വെക്കുന്നത് ഇതിന് പിന്നിൽ സംഘപരിവാർ അജണ്ട തന്നെയായിരുന്നു എന്നാണല്ലേ, ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? അത് കൃത്യമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പൊതുമധ്യത്തിൽ മനസ്സിലാവും ആരായിരുന്നു ഇത്തരം ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. പക്ഷേ അങ്ങനെ ഒരു അജണ്ട സൃഷ്ടിക്കപ്പെട്ടാൽ പോലും ദേവസ്വം ബോർഡ് എന്നത് എത്രയോ കാലങ്ങളായി, കുറഞ്ഞ പക്ഷം കഴിഞ്ഞ 10 വർഷമായെങ്കിലും പിണറായി വിജയനാണല്ലോ ഈ കേരളം ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നോമിനിയൊക്കെയാണല്ലോ ദേവസ്വം പ്രസിഡന്റ് ബോർഡിനകത്തൊക്കെ ഇരിക്കുന്നത്. അവരെയൊക്കെ വെട്ടിച്ച് ഈ സംഘപരിവാറിന് ഇത്തരം അജണ്ട നടപ്പിലാക്കാൻ പറ്റുന്നുവെങ്കിൽ അതും വലിയ വീഴ്ചയല്ലേ ശ്രീ ഹസ്കർ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ മോഷണം നടത്തിയത് സംഘപരിവാറിന്റെ അജണ്ടയാണെന്നുള്ള അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കണ്ട. ഞാൻ ഉദ്ദേശിച്ചത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മേന്മ തകർക്കുന്നതിനു വേണ്ടി ചില ശക്തികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അത് ശരി ഞാൻ താങ്കളിലേക്ക് വരാം. എന്തായാലും അജയ് തറയിലിന് പോലും അത് ഈ RSSന്റെ സംഘപരിവാറിന്റെ എന്ന് പറയുമ്പോൾ അജയ് തറയിലിന് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. കാരണം രാഹുൽ ഈശ്വരൻ അദ്ദേഹത്തിന് പൂർണ്ണമായും ചർച്ചയുടെ ഭാഗമാകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഈശ്വർ, നമ്മൾ പലപ്പോഴായി ഇതിൽ കള്ളനാരെ എന്നത് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇന്നാണ് മുഖ്യമന്ത്രി വളരെ കൃത്യമായി മാധ്യമങ്ങളോട് പറയുന്നത് ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് പറയുന്നുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ ഉടൻ പുറത്തു വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഗൂഢാലോചന താങ്കളും അങ്ങനെ ഒരു ഗൂഢാലോചനയെ ശരിവെക്കുന്നുണ്ടോ? ഞാൻ പലപ്പോഴും ഈ ഗൂഢാലോചന എന്ന വാക്ക് പറയാറില്ല. കാര്യം ആ വാക്ക് എങ്ങനെ വേണമെങ്കിലും മിസ്യൂസ് ചെയ്യാനും അബ്യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു വാക്കാണ്. ഞാൻ സംഘപരിവാറുകാരനല്ല, RSSകാരനല്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സംഘപരിവാർ അജണ്ട, RSS അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളെ കവറപ്പ് ചെയ്യാം. ഉദാഹരണം എനിക്കിവിടെ നിന്ന് പറയാം. ശ്രീ RV ബാബുവാണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കാതിരിക്കാനുള്ള ഗൂഢാലോചന നടത്തിയത്. ഇതിന്റെ പിന്നിൽ ഒരു സംഘപരിവാർ അജണ്ട അത് വേണമെങ്കിൽ പറയാം. അതിന് വലിയ അർത്ഥമൊന്നുമില്ല. അപ്പൊ RSSനെ വിമർശിക്കേണ്ട അവസരങ്ങളിൽ നമുക്ക് വിമർശിക്കുകയോ അല്ലെങ്കിൽ ഇപ്പൊ ബാബറിന്റെ കാര്യത്തിൽ ഞങ്ങൾ അടികൂടാറുള്ളതാണ്. പക്ഷേ ഇതിലെ സത്യം എന്താ? സിമ്പിൾ അല്ലേ കാര്യം? ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലും അറിവും സമ്മതത്തോടും കൂടി അയ്യപ്പന്റെ സ്വർണം കട്ടു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി അതിനെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വേണമെങ്കിലും പറയാം. അതായത് സംസ്കൃതത്തിൽ അപഹരണമെന്നും തെലുങ്കിൽ ഡോങ്കത്താനമെന്നും മലയാളത്തിൽ മോഷണമെന്നും ഇംഗ്ലീഷിൽ തെഫ്റ്റ് എന്നും പറയുന്ന ആ മോട്ടിക്കൽ ശബരിമലയിൽ നടന്നു. ആര് നടത്തി? ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തി. എന്തുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നു ഇതാ ഇപ്പോൾ പോലും ദേവസ്വം ബോർഡ് ഈ സംഭവത്തിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ടവരെ ആ രീതിയിൽ കാണേണ്ടതില്ല, ഇതുവരെയും കോടതിയുടെ ഭാഗത്ത് നിന്ന് പോലും അങ്ങനെ അല്ല. അത് കാണേണ്ടതുണ്ടെന്ന് പറഞ്ഞാൽ കാര്യം ഞാൻ ആരെയും പേരെടുത്ത് പറയല്ലോ കേട്ടോ. കാര്യം കാണേണ്ടതുണ്ടെന്ന് പറഞ്ഞാൽ CPM അംഗങ്ങളല്ലേ വരൂ. ഒരു ഇലക്ഷൻ വർഷത്തിൽ മുഖ്യമന്ത്രി പിന്നെ വേറെ എന്ത് പറയണം? ഞാനാണ് ശ്രീ പിണറായി വിജയന്റെ സ്ഥാനത്തുണ്ടെന്ന് പറഞ്ഞാലും ഞാനും അങ്ങനെ തന്നെയല്ലേ പറയൂ. കാര്യം അവരുടെ പാർട്ടിയിൽപ്പെട്ട മുതിർന്നതെന്ന് കരുതുന്ന ചില ആൾക്കാർ ഇതിലുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് കണ്ടാൽ CPMന് കലികാലം തീരുന്നത് വരെ മാച്ചാൽ അല്ലെങ്കിൽ എന്താ തേച്ചാലും മാച്ചാലും കഴിയാത്തൊരു പാപമല്ലേ ചെയ്യുന്നത്. അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ
അപ്പം തീർച്ചയായിട്ടും അവരതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും ശ്രമിക്കും. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ പൊതുസമൂഹം എന്താ കാണേണ്ടത്? രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, അയ്യപ്പന്റെ സ്വർണം പോയി, ആർക്ക് സംശയമില്ലല്ലോ. 1.5 കിലോഗ്രാം സ്വർണം ദ്വാരപാലകളിൽ പളിച്ചിരുന്നു. അത് മാറ്റി 361 ഗ്രാം ആക്കി കുറച്ചു. അപ്പോൾ 1.5 കിലോ അല്ലെങ്കിൽ 1.25 കിലോ അവിടെ വെച്ച് തന്നെ കട്ടു. സംശയമില്ല. കട്ടുള്ള പാളുകളിൽ നിന്നുള്ള സ്വർണം പതിച്ചത് മാറ്റിയിട്ട് പ്ലേറ്റിംഗ് വന്നു. സിമ്പിൾ ആയിട്ട് എന്താ സംഭവിച്ചത്? അങ്ങോട്ട് പോയപ്പം ഗോൾഡ് ക്ലാഡിംഗ്, ഇങ്ങോട്ട് വന്നപ്പം ഗോൾഡ് പ്ലേറ്റിംഗ്. ഇത് ഹൈക്കോടതി എടുത്തെഴുതുന്നുണ്ട്. പ്ലേറ്റിംഗ് ഇനി ഹൈക്കോടതി എടുത്തെഴുതുന്നുണ്ട്. കഴിഞ്ഞ വിധിയിൽ പാരാഗ്രാഫ് 17 പേജ് നമ്പർ 10 ഹൈക്കോടതി പറയുന്നുണ്ട് ഇത് മറിച്ച് വിറ്റിരിക്കാനാണ് ഗ്രേവ് ആൻഡ് ഡിസ്റ്റിങ് പോസിബിലിറ്റി. ഇനി രണ്ട്, അത് ദേവസ്വം ബോർഡ് അറിവില്ല നടക്കൂ. ദേവസ്വം ബോർഡ് ചോദിക്കൂലേ 39 ദിവസം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയ സാധനം എവിടെയാണെന്ന്? ഇതിലെ രേഖയുണ്ടാക്കി സ്വർണം പതിച്ചത് എന്നത് ചെമ്പ് മാത്രമാക്കിയാൽ ഈ ദേവസ്വം ബോർഡിലെ ബാക്കി ആൾക്കാർക്ക് അറിയില്ലേ? അപ്പോ ബോധപൂർവമായി ഒരു ലൂട്ട് നടന്നിരിക്കുന്നു, കൊള്ള നടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിന്റെ വ്യാപ്തി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. CRV ബാബോടൊക്കെ സംസാരിക്കാനുണ്ട്. ഈ ചമ്പൽ കൊള്ളക്കാരുണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട ചമ്പൽ കൊള്ളക്കാർ പോലും അവരുടെ ഗ്രാമദേവതയുടെ ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കൂല. അത് ആലങ്കാരികമായി ഞാൻ പറയുന്നതല്ല. ASI അടക്കമുള്ള പലരും പറയുന്നുണ്ട് ഇവരുള്ളോണ്ട് ഇവർ അമ്പലങ്ങളെ സംരക്ഷിക്കും, ചരിത്ര മോണുമെന്റുകളെ എന്തോ അല്ല ഞാൻ അത് തന്നെ ശ്രീ KK മുഹമ്മദ് ചമ്പൽ കൊള്ളക്കാരോട് കോഓപ്പറേറ്റ് ചെയ്തുകൊണ്ട്, ആലോചിക്കണം, ചമ്പൽ കൊള്ളക്കാരോട് കോഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ മോണുമെന്റ്സ് സംരക്ഷിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രമുഖ ആർക്കിയോളജിസ്റ്റ് ആയ ശ്രീ KK മുഹമ്മദ് അമ്പലങ്ങളെയൊക്കെ ഒരുപാട് സംരക്ഷിക്കുന്നതാണ്. ചമ്പൽ കൊള്ളക്കാർ പോലും ആലോചിച്ച് നോക്കണം, ചമ്പൽ കൊള്ളക്കാർ പോലും അവരുടെ ഗ്രാമക്ഷേത്രങ്ങളിൽ നിന്ന് മോട്ടിക്കൂല. ദേവസ്വം ബോർഡ് മോട്ടിച്ചിരിക്കുകയാണ്. സാക്ഷാൽ കൊള്ളക്കാർ പോലും ചെയ്യാത്ത കാര്യം. നമുക്കെന്താ, നമ്മൾ അവിടെ പോകുമ്പോൾ അവിടെ ദൈവമുണ്ട്, ദേവനുണ്ട്, അത് കാണുന്നു, നമ്മുടെ വിഷമങ്ങൾ പറയാൻ പോണു, ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസത്തിലല്ലേ നമ്മൾ പോകുന്നത്. ഇനിയും അവിടെ ഇരിക്കുന്നവർക്ക് അത്രമാത്രം അയ്യപ്പനോട് ഭക്തിയില്ലായ്മയും അയ്യപ്പനോടും വിശ്വാസികളോടും പുച്ഛവും ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവിടെ നിന്ന് സ്വർണം അടിച്ചു മാറ്റാൻ കഴിയൂ. എത്രമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അടിച്ചു മാറ്റിയത്, എത്രമാത്രം ഘടനാപരമായിട്ടാണ് അടിച്ചു മാറ്റിയത്. അപ്പം ചമ്പൽ കൊള്ളക്കാരേക്കാൾ മോശമാണ് ദേവസ്വം ബോർഡ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. 1250 ക്ഷേത്രങ്ങളുണ്ട്. ശബരിമലയിൽ നിന്ന് മോട്ടിക്കാമെങ്കിൽ എത്ര അമ്പലങ്ങളിൽ മോട്ടിച്ചു കാണും. അങ്ങനെയൊക്കെ പലതും നടക്കുന്നുവെന്നല്ലേ ഇപ്പോൾ മുരാരി ബാബുവിന്റെ തന്നെ മറ്റു ക്ഷേത്രങ്ങളിലെ ഇടപെടലുകളും ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. അതൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. അവർക്ക് ആർക്കും പേടിയില്ല. ശ്രദ്ധിച്ചോ, ഉണ്ണികൃഷ്ണ പോറ്റിക്ക് പേടിയില്ല, മുരാരി ബാബുവിന് പേടിയില്ല, ഇവർക്ക് ആർക്കും പേടിയില്ല. ഇപ്പോഴും ചിരിച്ചോണ്ടും വളരെ പ്ലസന്റ് ആയ ഒരു സംസാരിക്കുന്നത് അവരൊന്നും അല്ല, അവർക്ക് വെറും കയ്യാളുകളാണ്. അതായത് അവർ സംരക്ഷിക്കപ്പെടും, ഇതിൽ പിടിക്കപ്പെട്ടാൽ ഉന്നതരായിരിക്കും, അതുകൊണ്ട് പിടിക്കപ്പെടില്ല എന്നൊരു ആത്മവിശ്വാസമായിരിക്കും അല്ലെ? കാര്യം പുറകെ നിൽക്കുന്നവരാ മോട്ടിച്ചത്. മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തു, കൂടിപ്പോയി. അതായത് വലിയ എന്തോ കാര്യം ചെയ്ത പോലെയാണ്. മുരാരി ബാബുവിനോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ തെല്ല് പോലും സംഭ്രമമില്ലാത്തത് പുറകെ നിൽക്കുന്ന വലിയ താപ്പാനകളുണ്ട് എന്ന് അവർക്കറിയാം. കാര്യം അവരുടെ കയ്യിലേക്കാ പോയത്. കമ്മീഷനടക്കമുള്ള കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പ്രൊമോഷൻ ആയിരുന്നു കൊടുത്തത്, പക്ഷെ അന്ന് മാധ്യമ ശ്രദ്ധയിലും പൊതുശ്രദ്ധയിലും വന്നില്ല. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി വെറും ഒരു പ്യൂണാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിൽക്കാൻ കൊടുത്തുവിട്ട ആൾക്കാരാണ് വേറെ. ആ വിൽക്കാൻ കൊടുത്തുവിട്ട ആൾക്കാരെ പിടിക്കണം. ഒരു ക്ഷമയും കാണിക്കരുത്. അവർ ജയിലിൽ പോകണം. അവർ ജയിലിൽ പോകുക എന്ന് തന്നെ വേണം. അവർ അതിശക്തമായ രീതിയിൽ പണിഷ് ചെയ്യപ്പെടണം. ശ്രീ RV ബാബു, ഇവിടെ ഇതാ മറ്റ് ഈ സ്വർണം മാറ്റിയത് എപ്പോഴാണ്, അതിന്റെ കാലഘട്ടം എവിടെയും നിൽക്കട്ടെ, പക്ഷേ പ്രാഥമികമായി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങൾ ഇത്രയും ദിവസം കൈവശം വെച്ചു എന്നത് മാത്രം മതിയല്ലോ ഇതിൽ പിഴവുണ്ടായി എന്നത് വ്യക്തമാകാൻ. അപ്പോഴും മുഖ്യമന്ത്രി പറയുകയാണ് ഇതിലേതെങ്കിലും തരത്തിലുള്ള പിഴവ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായതായി അങ്ങനെ ഒരു നിഗമനത്തിലേക്കൊന്നും എത്താൻ സാധിക്കുന്നില്ല, അങ്ങനെ ഒരു നിരീക്ഷണവുമില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രി ഇതിൽ ഒരു ഗൂഢാലോചന ആരോപിക്കുകയാണ്. ആ ഗൂഢാലോചനയ്ക്കാണ് ഇപ്പോഴും ഗൗരവം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സ്വർണം മോഷണം പോയതിലോ ഇത്രയും വലിയ പിഴവ് സംഭവിച്ചതിലോ ഈ ഗുരുതരമായ ക്രമക്കേടിലോ ഒന്നുമല്ല. അല്ല അഭിലാഷെ, കുഴപ്പം ദേവസ്വം ബോർഡിന്റെയോ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയോ എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതോ പോലും അല്ല. കുഴപ്പം ഭക്തജനങ്ങളുടെയാ. കാരണം ഭക്തജനങ്ങള് വിശ്വാസപൂർവ്വം ശബരിമലയില് കോടിക്കണക്കിന് രൂപ അവരുടെ സ്പോൺസർഷിപ്പിലൂടെയോ അല്ലെങ്കിൽ അതല്ലാതെ ഇപ്പോ മല്ലയൊക്കെ 30.5 കിലോ സ്വർണ്ണമാണ് അവിടെ ഉപയോഗിച്ചത് എന്ന് പറയും. ടൺ കണക്കിന് 6 ടൺ സ്വർണ്ണം 18-ാം പടി പൂശാനായിട്ട് എന്തോ ടൺ കണക്കിന് സ്വർണ്ണം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ ഭക്തന്മാര് അവര് വലിയ വിശ്വാസത്തോടെ, തീവ്ര വിശ്വാസത്തോടെ ശബരിമലയില് ഇങ്ങനെ ഒരുപാട് സമർപ്പിക്കുന്നു. അപ്പൊ അവരാണ് കുഴപ്പം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ദേവസ്വം ബോർഡോ ഒന്നുമല്ല. നിങ്ങൾ ദേവസ്വം ബോർഡിൽ പോയി ഇതുപോലെ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ തരത്തിലുള്ള അഴിമതി മുഴുവൻ നടന്നത് അതുകൊണ്ടല്ലേ? അപ്പൊ നിങ്ങളല്ലേ കുറ്റക്കാര്? ഇതാണ് മുഖ്യമന്ത്രി അങ്ങനെ പറയാതിരുന്നത് നന്നായി എന്നാണല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി സത്യത്തിൽ പറയാതെ പറഞ്ഞത് അതാണല്ലോ.
ഇപ്പൊ ഇവരൊന്നും തെറ്റുകാരല്ല. ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ് 2019 ദേവസ്വം ബോർഡ് ചർച്ച ചെയ്തിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് കേട്ടോ. ഉത്തരവിന്റെ കോപ്പി എന്തെങ്കിലുണ്ട്. ശരി, ദേവസ്വം ബോർഡ് ചർച്ച ചെയ്തിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ചുമതല ഏൽപ്പിക്കുന്നത്. അപ്പൊ ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ല, ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമില്ല. 39 ദിവസം കഴിഞ്ഞ് ഈ സാധനം ബാംഗ്ലൂർ എത്തിയതിന് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമില്ല. ഉത്തരവാദികൾ ആരാണ്? ഭക്തജനങ്ങളാണ്. ഇപ്പോ വേണമെങ്കിൽ ഇപ്പൊ സംഘപരിവാറാണ്, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കഥ ഇനി പറയാതിരിക്കാൻ ഭേദം. നമുക്കറിയാം അതൊരു പൊളിഞ്ഞ പരിപാടിയാണ്, ഒരു പൊളിഞ്ഞ നാടകമായിരിക്കും. അല്ല, അത് പൊളിക്കാനായിരുന്നു സംഘപരിവാറിന്റെ അജണ്ട എന്നായിരുന്നല്ലോ പറയുന്നത്. ശരി, കോടതി എന്തിനാണെന്നാണ് പറയാൻ പോയത്? കോടതിയിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾ സ്പോൺസർഷിപ്പിലൂടെ പരിപാടി സംഘടിപ്പിക്കും. എന്നിട്ട് എന്താ ചെയ്തത്? 3 കോടി രൂപ ഒരാളെങ്കിലും കൊടുത്തു. 8 ലക്ഷം രൂപ കുമരകത്തര റിസോർട്ടിൽ, അങ്ങനെ 3 റിസോർട്ടിലായിട്ട് 12 ലക്ഷം രൂപ ചെലവാക്കി. റിസോർട്ടിൽ ആളുകൾ മുറി ബുക്ക് ചെയ്തിട്ടാണോ അയ്യപ്പ സംഗമം നടത്തിയത്? എന്ത് ചർച്ചയും എന്ത് നിർദ്ദേശങ്ങളാണ് അവിടെ ഉയർന്നു വന്നത്? 1350 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കും, അവിടെ നിക്ഷേപം കൊണ്ടുവരും എന്നാണ്. നാളിതുവരെ ഒന്നും നമ്മൾ കേട്ടില്ല. അപ്പൊ ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഗെയിമിംഗ് ആണെന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞു, അത് ആവർത്തിച്ചു. അയ്യപ്പൻ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്, ഇതൊക്കെ നമ്മളെ കാണിച്ചു തരാനായിട്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ ദേവസ്വം ബോർഡ് എന്നുള്ള സംവിധാനം നമ്മളെ സംബന്ധിച്ച്, ഭക്തജനങ്ങളെ സംബന്ധിച്ച് അത് അവരുടെ കാലിലെ മന്താണ്. ഈ സംവിധാനം ക്ഷേത്രങ്ങളുടെ അന്തകന്മാരായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇപ്പൊ നേരത്തെ അഭിലാഷ് ഇടയ്ക്കൊന്ന് രാഹുലിനോട് ചോദിച്ചു, മുമ്പ് ഇതുപോലെ 1.5 കോടി രൂപയുടെ അഴിവ് നടന്നിട്ടില്ലേ എന്ന്. അതെ, അത് നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അന്നത്തെ ദേവസ്വം മന്ത്രി ശിവകുമാറിന്റെ സഹോദരൻ ജയകുമാർ 1.5 കോടി രൂപയുടെ പാത്രം തട്ടിപ്പ് നടത്തിയത്. പിന്നെ പത്മകുമാർ വന്നപ്പോൾ അതിന് വിജിലൻസ് അന്വേഷണം നടത്തി, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തു. ഇപ്പൊ പിന്നീട് നമ്മൾ പുറത്തു വരുന്ന വാർത്തകൾ എന്താ? ഓരോ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത എന്താ? എങ്ങനെയാണ് ആ ക്ഷേത്രങ്ങളൊക്കെ നടക്കുന്നതിന്റെ എന്താ? നമ്മള് ശാസ്താംകോട്ട ക്ഷേത്രത്തില് 6 കിലോ സ്വർണം പൂശിയ കൊടിമരം കറുത്തിരിക്കുന്നു എന്ന് പറയും. നമ്മള് മലബാർ ദേവസ്വം ബോർഡില് ബാലുശ്ശേരിയിലെ എന്താണ് നമ്മുടെ വേട്ടക്കൊരു മകൻ ക്ഷേത്രം, അല്ലെ, വേട്ടക്കൊരു മകൻ ക്ഷേത്രത്തിന്റെ ആ ക്ഷേത്രത്തിന്റെ, അതായത് എല്ലാ വേട്ടക്കൊരു മകൻ ക്ഷേത്രങ്ങളുടെയും മൂലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ 20 പവൻ കാണാനില്ല. ഇത് തൃപ്പൂണിത്തറയിൽ നമ്മൾ തൃപ്പൂണിത്തറ പൂർണ്ണത്രൈശ്യ ക്ഷേത്രത്തിൽ 1 വർഷം മുമ്പ് ഇത്തരത്തില് ഗുരുതരമായ സംഭവം ഉണ്ടായി. ഞാൻ ചോദിക്കുന്നത്, ഈ ദേവസ്വം ബോർഡ് ഇൻവെന്ററി, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇൻവെന്ററി എന്ന് പറയുന്ന 1978 ശേഷം ഇല്ല. അവിടെ സ്ട്രോങ് റൂമിൽ എന്തൊക്കെ ഇരിപ്പുണ്ട്, എന്തൊക്കെ ഇരിപ്പില്ല പറഞ്ഞുകൂടാ. ഇപ്പൊ തന്നെ KP ശങ്കരൻ സാറിനെ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ഇല്ല. എന്റെ കാരണം എന്താ പറയും? കഴിഞ്ഞ 2 വർഷം മുൻപ് ഗോവിന്ദൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരാൾ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. ഈ ശബരിമലയിലെ സാധനങ്ങളുടെ വാല്യൂ നിർണ്ണയിക്കണം, അവിടുത്തെ കണക്കെടുപ്പ് നടത്തണം. അപ്പൊ എന്താ ദേവസ്വം ബോർഡ് പറഞ്ഞെന്നറിയാമോ? അങ്ങനെ കണക്കെടുപ്പ് നടത്തിയാൽ അത് ശബരിമലയുടെ സാധനങ്ങളുടെ സെക്യൂരിറ്റിയെ ബാധിക്കും, ശബരിമലയുടെ സാധനങ്ങളുടെ സുരക്ഷയെ ബാധിക്കും. അതുകൊണ്ട് അതങ്ങനെ പബ്ലിക് ആക്കാൻ പറ്റില്ല. ഇതിപ്പോ വളരെ വ്യക്തമാണല്ലോ. ഇത് പബ്ലിക് ആയാൽ എന്താ സംഭവിക്കുക? ജനങ്ങൾക്കറിയാം അവിടെ എന്തുണ്ടെന്ന്. ഇപ്പോ എന്തുണ്ടെന്ന് അറിയാത്തത് കൊണ്ട് എന്നും കൊണ്ടുപോകാവുന്ന അവസ്ഥയായി. അപ്പൊ ഇത് ദേവസ്വം ബോർഡ് എന്ന സംവിധാനം തന്നെ ഹിന്ദു സമൂഹത്തിന്റെ തലയിലെ ഡെമോക്രസിന്റെ വാളാണ്. ഈ സാധനം ഇല്ലാതാക്കുക, ക്ഷേത്രങ്ങൾ പരിപൂർണമായും വിശ്വാസികൾ ഭരിക്കട്ടെ എന്ന് തീരുമാനിക്കുക. ശാശ്വതമായ പരിഹാരം. ശരി, ഞാനൊന്ന് ഇടപെട്ട് ഞാൻ രാഹുലിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നത് സമയപരിമിതി മൂലമാണ്. ശ്രീ രാഹുൽ, ഈ സൂചിപ്പിക്കുന്ന പോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷം സ്പീക്കറിന് മുന്നിൽ ഉയർത്തുന്ന ബാനറിൽ കാണുന്നത് അമ്പലം വിഴുങ്ങികൾ എന്ന വാചകമാണ് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം BJP ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ചിലും ഇതേ ബോർഡ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് ഈ ദേവസ്വം ബോർഡ് എന്ന സംവിധാനം തന്നെ ഈ പറയുന്നത് പോലെ, RV ബാബു പറയുന്നത് പോലെ ഒരു പൊളിച്ചെഴുത്തിന്റെ ആവശ്യകതയുണ്ടോ? താങ്കൾക്ക് അങ്ങനെ ഒരു നിഗമനം അല്ലെങ്കിൽ അഭിപ്രായമുണ്ടോ? രണ്ട് കാര്യങ്ങളുണ്ട്. അമ്പലം വിഴുങ്ങുകളെ എന്നല്ലേ വിളിക്കാൻ പറ്റൂ, മഹാത്മാഗാന്ധി എന്ന് വിളിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അമ്പലം വിഴുങ്ങുന്ന ആളുടെ പ്രശ്നമുണ്ട്. 2, ദേവസ്വം ബോർഡുകളെ കൊച്ചാക്കാനോ മോശമാക്കാനോ പറയുന്നതല്ല. സാക്ഷാൽ ഭാരതകേസരി മന്നത്നാവിനും ശ്രീ R ശങ്കറും ഒക്കെ ഇരുന്ന കസേരയാണ്, അതിനോട് ഏറ്റവും ആദരവാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ദേവസ്വം എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ആദ്യ തോട്ട് വരുന്നത് മഹാനായ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപവുമായിട്ട് മുമ്പോട്ട് വന്നു. അന്ന് അതിനുശേഷം ബ്രിട്ടീഷ് സർക്കാർ 1811 കാലഘട്ടങ്ങളിൽ ഈ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് ഹിന്ദുക്കൾ കൺസോൾഡേറ്റ് ചെയ്യരുത്, ഹിന്ദുക്കൾ ഒരുമിക്കരുത് എന്നുള്ള ചിന്ത വരികയും അതിനുശേഷം ഈ അമ്പലങ്ങളെ
കറപ്ഷന്റെ പേരിൽ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാണ് അന്ന് ബ്രിട്ടീഷ് സർക്കാർ ചെയ്തത്. നമ്മുടെ അമ്പലങ്ങൾക്ക് അന്നു മുതൽ ഇന്ന് വരെ സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, പക്ഷെ നമ്മുടെ അമ്പലങ്ങൾക്ക് ഇന്നും വേണ്ട രീതിയിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങളെ എനിക്ക് ഏറ്റവും ബഹുമാനമാണ്, ഞാൻ ഗാന്ധിയനാണ്, അവരെ ആദരിക്കുന്നതാണ്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യത്തിൽ വിശ്വസിക്കുന്നതാണ്. പക്ഷെ ഏതെങ്കിലും ക്രിസ്ത്യാനിക്കുള്ള അവരുടെ പള്ളി ഗവൺമെന്റ് ഭരിക്കേണ്ട ഗതികേട് വരാറുണ്ടോ? ഏതെങ്കിലും മുസ്ലിമിന് അവരുടെ പള്ളി ഗവൺമെന്റ് ഭരിക്കേണ്ട ഗതികേട് വരാറുണ്ടോ? പക്ഷെ നമ്മൾ ഹിന്ദുക്കൾക്ക് മാത്രമല്ലേ ഈ ഗവൺമെന്റ് ഭരിക്കേണ്ട ഗതികേട് വരാറുള്ളൂ. ആ ഗവൺമെന്റ് ഇരിക്കുന്ന പല ആൾക്കാരും എന്നിട്ട് നിരീശ്വരവാദം പബ്ലിക്കലി പറയും. ഞാൻ രാധാകൃഷ്ണൻ സാറിന് ആരെങ്കിലും ഏതെങ്കിലും മന്ത്രിയെ മോശമാക്കാനല്ല. ഇപ്പൊ ഒരു ക്രിസ്ത്യൻ പള്ളി ചെന്നിട്ട് ആ ക്രിസ്ത്യൻ പള്ളിയിൽ നമ്മുടെ മാതാവിന്റെ തിരുരൂപത്തിനോ യേശു ക്രിസ്തുവിന്റെ തിരുരൂപത്തിനോ മുമ്പിൽ നിന്നിട്ട് അവര് കിട്ടുന്ന എന്തെങ്കിലും തീർത്ഥം ഏതെങ്കിലും മന്ത്രി താഴെ ഒഴിക്കൂ, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രി മോശം എന്ന് പറയും. അപ്പൊ ഞാനത് മറ്റൊരാളെ കമ്പയർ ചെയ്ത് പറയല്ല. അപ്പം ഹിന്ദു സമൂഹത്തിന് പലപ്പോഴും ഒരു ചിറ്റമ്മ നയമല്ലേ നേരിടുന്നത്. നമ്മുടെ അമ്പലങ്ങൾ പലപ്പോഴും ഗവൺമെന്റിന്റെ അടിയിലും രാഷ്ട്രീയക്കാരുടെ അടിയിലുമല്ലേ. രാഹുൽ ഈശ്വർ എന്നുള്ള സാധാരണ ഭക്തൻ പറയുന്ന വിടാം, ശ്രീ RV ബാബു എന്നുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗം പറയുന്നത് വിടാം, ജസ്റ്റിസ് പരിപൂർണം ഇത് തന്നെയല്ലേ പറയുന്നത്. ജസ്റ്റിസ് പരിപൂർണം കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ എടുത്തു പറയുന്നത് ഈ രാഷ്ട്രീയക്കാരും പ്രകടമായ രാഷ്ട്രീയമുള്ളവരെയും അമ്പലത്തിന്റെ ഭരണത്തിൽ നിന്ന് മാറ്റണം. എന്തുകൊണ്ട്? ഇത് രാഷ്ട്രീയക്കാർക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യാനൊരു സ്ഥലമാണ് ഇവർ പറയുന്നത്. പകരം ആത്മീയ നേതൃത്വത്തെ, കലാരംഗത്തുള്ളവരെ, സ്പിരിച്വൽ ലിറ്ററേച്ചർ അറിയാവുന്നവരെ, അങ്ങനെയൊക്കെയുള്ളവരല്ലേ അമ്പലം ഭരിക്കേണ്ടത്. ഇത് ജസ്റ്റിസ് പരിപൂർണൻ റിപ്പോർട്ട്. ജസ്റ്റിസ് പരിപൂർണസ്വാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദേവസ്വം ജഡ്ജിയാണ്. അദ്ദേഹത്തിന്റെ ഇടപെടൽ കാരണമാണ് നമ്മൾ ഇന്ന് കാണുന്ന ദേവസ്വം ബെഞ്ച് ഉണ്ടാവുന്നത്. ഏറ്റവും പ്രമുഖമായ ഒരാളാണ്. അദ്ദേഹം അടക്കമുള്ളവർ മുമ്പോട്ട് വെച്ച് ഈ ആശയത്തെ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് നിരീശ്വരവാദികളായ പലരും വളരെ വിദഗ്ധമായി ഇഗ്നോർ ചെയ്യല്ലേ. ആ ബെഞ്ചിൽ CBIയുടെ മുൻ ഡയറക്ടർ ഉണ്ടായിരുന്നു, പരിപൂർണസ്വാമി ഉണ്ടായിരുന്നു, ഒരു പ്രമുഖ ആളും കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ അതിൽ എല്ലാവർക്കെതിരെയും, അതായത് എന്നോടൊക്കെ ബന്ധപ്പെട്ട എതിർക്കെതിരെ വിമർശനമുണ്ട്. അതുകൊണ്ട് പാർഷ്യലായിട്ട് പറയുന്നതല്ല. നമ്മുടെ ഈ അമ്പല സംവിധാനങ്ങൾ നന്നാവണ്ടേ? നമ്മുടെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് കൂടുതൽ ആത്മീയ പഠനം വേണ്ടേ? നമ്മുടെ അമ്പലങ്ങൾ നോക്കൂ, എന്തെങ്കിലും ആത്മീയ പഠനം അതിൽ നടക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? കാര്യം വിശ്വാസമുള്ളവരല്ല ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇടതുപക്ഷ സർക്കാരിനെ കുറ്റം പറയല്ല. മുമ്പിരുന്ന സർക്കാർ, അതായത് ശബരിമല വിഷയം ആദ്യം ഉണ്ടായപ്പം ശബരിമല ഹിന്ദു ക്ഷേത്രം അല്ല എന്ന് വരെ കൊടുത്തു. ഈ ശബരിമല ഒരു മതേതരത്വത്തിന്റെ കേന്ദ്രമല്ല, ശബരിമല ഹിന്ദു ക്ഷേത്രമാണ്. മതസൗഹാർദ്ദം അയ്യപ്പന്റെ ആത്മാവിൽ അഴിഞ്ഞു ചേർന്നാണ്. പക്ഷെ ഇതൊരു മതേതര കേന്ദ്രമല്ല. അപ്പൊ ഹിന്ദു ക്ഷേത്രങ്ങളെ അപരവൽക്കരിക്കാനും അരികുവൽക്കരിക്കാനും സോക്കോൾഡ് മതേതരവൽക്കരിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് സാധാരണ ഹിന്ദുക്കൾ കാണുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഹിന്ദുക്കൾക്ക് ഇതിൽ വിഷമമുണ്ട്. കാരണം നമ്മുടെ അമ്പലങ്ങളിൽ നിന്നാണ് ഈ ലൂട്ട് നടക്കുന്നത്, കൊള്ള നടക്കുന്നത്, അപരവൽക്കരണം നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. ഇനി ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് പലപ്പോഴും ഈ ബാക്കിയുള്ളവർ പറയുന്ന സവർണ മേധാവിത്വം ഉണ്ടാവുന്നൊക്കെയാണ്. മലയരയന്മാർക്ക് വേണ്ടി, ST വിഭാഗമായ മലയരയന്മാർക്ക് വേണ്ടി നമ്മൾ വർഷങ്ങളായിട്ട് ഫൈറ്റ് ചെയ്യാൻ, ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം കൊടുക്കാൻ. തിരുവിതാംകൂർ രാജാവ് അല്ലെങ്കിൽ രാജകുടുംബം, പന്തൽ രാജകുടുംബം, തന്ത്രി, എല്ലാ ഹിന്ദു സംഘങ്ങളിലും, കുമ്മനഞ്ചേട്ടനാണ് ആ സമ്മേളനം വിളിച്ചത്, എല്ലാ ഹിന്ദു സംഘങ്ങളിലും യോജിച്ചു സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതുവരെ കൊടുത്തിട്ടില്ല. പുരോഗമനം എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാർ മലയരയന്മാർക്ക് ഇതുവരെ മകരജ്യോതിക്ക് മകരവിളക്ക് തെളിയിക്കാനുള്ള അവകാശം കൊടുത്തിട്ടില്ല. എന്താ കൊടുക്കാത്തത്? മലയരയന്മാരെ. അപ്പം ഇതൊന്നും ഹിന്ദുക്കളുടെ കാര്യം മുമ്പോട്ട് പോകുന്നില്ല. അത് ആരുടെയും പോകുന്നില്ല. ആദിവാസി മുതൽ അമ്പലവാസി വരെയുള്ളവർക്ക് ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ള സത്യമാണ്. അപ്പം അതുകൊണ്ട് കൂടുതൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചാൽ എങ്ങനെ വരെ കുറ്റം പറയാൻ പറ്റും? അതാണ് ശ്രീ ഹസ്കർ, ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങൾ എവിടെ നേട്ടമുണ്ടാക്കിയാലും അതെല്ലാം ആ സംവിധാനത്തിന്റെ ക്രെഡിറ്റായി അവകാശപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ആ ബോർഡ് ഇൻഡിപെൻഡന്റ് ആണ്, സർക്കാരിനൊരു റോളുമില്ല എന്നൊക്കെയുള്ള തരത്തിൽ ദേവസ്വം മന്ത്രി പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയും പറയുന്നു ഇതേ രീതി തന്നെയാണ്. അതായത് ദേവസ്വം ബോർഡിന് ഇതിന് ഒരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം യോഗം ചേർന്ന് കൂടിയാലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ അവിടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അതിപ്പോൾ വിജയ് മല്യയുടെ കാലഘട്ടത്തിൽ സ്വർണം പൂശാൻ തീരുമാനിച്ചത്, അതിനെ സ്വാഗതം ചെയ്യുന്നു. ആ പണികൾ ആ ക്ഷേത്രത്തിൽ തന്നെയാണ് നടന്നത്. അതിനുശേഷം മറ്റൊരാൾ അതിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞ് പ്ലേറ്റിങ്ങിന് കൊണ്ടുപോകുമ്പോൾ അത് ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകുന്നു. അത് അങ്ങനെ സംഭവിക്കുമ്പോൾ അത് ഉദ്യോഗസ്ഥരുടെ മാത്രം പിഴവ്, നേട്ടങ്ങളുണ്ടായാൽ അത് ഞങ്ങളുടേത് കൂടി എന്ന് പറയുന്ന ഒരു പതിവ് രീതിയുണ്ടല്ലോ. അത് മാറ്റപ്പെടേണ്ടതല്ലേ? ഇങ്ങനെ കൈ കഴുകി മാറി നിൽക്കാൻ എങ്ങനെ സാധിക്കുന്നു ഹസ്കർ? അല്ല അഭിലാഷ്, ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും അതിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒരുപോലെ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് തന്നെയാണ്, ഒരു സംശയമില്ല. ഇവിടെ ദേവസ്വം ബോർഡിന് ഏതെങ്കിലും തരത്തിൽ പിശക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ അന്വേഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. എനിക്ക് താങ്കൾ പറയുന്ന പറ്റിയിട്ടുണ്ട് എങ്കിൽ എന്ന പ്രയോഗത്തോടാണ് എനിക്ക് പറ്റി എന്ന് നമുക്ക് ഇപ്പൊ നിഗമനത്തിലെത്താനാവില്ല. നമുക്ക് അസംഷൻസ് ആൻഡ് പ്രിസംഷൻസ് കൊണ്ട് ഒരു ഫാക്ട്. അതെങ്ങനെയാണ് ഹസ്കർ? ആരുടെ കീഴിലാണ് ശബരിമല ക്ഷേത്രം പ്രവർത്തിക്കുന്നത്? അല്ല, നമുക്ക് ഇപ്പൊ ശബരിമല ക്ഷേത്രത്തിൽ ഒരു മോഷണം നടന്നു.
മോഷണം നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും തർക്കമില്ല. അല്ല, ശബരിമലയിൽ മോഷണം ഏതെങ്കിലും ഒരു നടന്നത് മോഷ്ടാവ് കയറി ഒരു ഉൽപ്പന്നം മോഷ്ടിക്കുന്നു, അത് താങ്കൾ പറയുന്നിടത്ത് ആ യുക്തിയുണ്ട്. പക്ഷേ ശബരിമലയിൽ നടക്കുന്ന ദൈനംദിന പ്രവർത്തികളുടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെ മറവിൽ നടക്കുന്ന തിരിമറി, ആ തിരിമറിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനപ്പുറത്തൊരു കള്ളൻ വന്ന് അവിടെ നിന്ന് ഇനിയിപ്പോൾ വിഗ്രഹം മോഷ്ടിച്ചാൽ പോലും ശരി, അത് ദേവസ്വം ബോർഡിൻ്റെ ഒരു സുരക്ഷാ പ്രശ്നം എന്നൊക്കെ നമുക്ക് പറയാം. ഇത് അങ്ങനെയല്ലല്ലോ. കൂടിയാലോചനകൾ നടന്ന്, യോഗങ്ങൾ നടന്ന് അതിലൊരു തീരുമാനമെടുക്കുന്നു. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ അതൊന്നും കണ്ടില്ല, കേട്ടില്ല, ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെയല്ല. ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട്, അത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ട് പുതിയ നോട്ടിഫിക്കേഷനുകൾ വരുന്നു എന്നതാണല്ലോ നമുക്കിപ്പോ കേൾക്കാൻ കഴിയുന്നത്. സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളായി മഹസറിൽ രേഖപ്പെടുത്തുന്നു. അതൊരു ഉദ്യോഗസ്ഥനെടുത്ത തീരുമാനം. തിരുവാഭരണം കമ്മീഷണറും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും അടക്കം ഈ സ്വർണ്ണപ്പാളികളെ അനുഗമിക്കണം എന്നുള്ളത് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം. ആ തീരുമാനത്തെ പോലും അട്ടിമറിച്ചതായി നാം കാണുന്നു. ദേവസ്വം കമ്മീഷണർമാർ ഇക്കാര്യത്തിൽ ജാഗ്രത കുറവ് അല്ലെങ്കിൽ കൃത്യവിലോപം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ നാം കാണുന്നു. അപ്പൊ അത് വളരെ കൃത്യമായി ഏതെങ്കിലും ഒരു വ്യക്തി നടത്തിയിട്ടുള്ള ഇടപെടലുകളെ തുടർന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാളിച്ചകൾ ഉണ്ടായെങ്കിൽ അതിന്റെ തലപ്പത്തും അത് നിയന്ത്രിക്കുന്നതും നോമിനേറ്റ് ചെയ്യപ്പെടുന്നതും ഒക്കെ ആയ ആളുകൾ ആരാണ്? അല്ല അഭിലാഷി, നമുക്കൊരു വളരെ സിംപ്ലി ആയിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. ഇപ്പോ ചത്തത് കീചനെങ്കിൽ ഒന്നത് ഭീമൻ തന്നെ എന്ന ഒരു നറേറ്റീവിലേക്ക് ഇക്കാര്യത്തിൽ എത്തിയിരുന്നു. ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് പിശക് പറ്റിയാൽ അത് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും പരാജയം സംഭവിച്ചു എന്നും അതുവഴി സംസ്ഥാന സർക്കാർ പരാജയം വിചാരിച്ചാൽ നടക്കുന്ന ഒന്നാണോ ഇത് എന്ന ഒരു സംശയം. മാത്രമല്ല, നമ്മളിങ്ങനെ നിസ്സാരം, ഇപ്പം ഞാനൊരു സ്ഥാപനത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ സ്ഥാപനത്തിലൊരു എഡിറ്റോറിയൽ പോളിസിയിൽ പിഴവുണ്ടായാൽ തീർച്ചയായും ഞങ്ങളുടെ വാർത്താ മേധാവിക്കായിരിക്കും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം. അതിനപ്പുറത്ത് വാർത്താവതാരകനായ എനിക്ക് പോലുമല്ല. അപ്പോൾ അതുപോലെ തന്നെയല്ലേ ദേവസ്വം എന്നൊരു സംവിധാനമായി നിലനിൽക്കുന്നു. ആ സംവിധാനത്തിനെ നിയന്ത്രിക്കുന്നവർ ഇതൊന്നും ശ്രദ്ധിച്ചില്ല, അവരെ ഹൈജാക്ക് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അവരെ ബൈപ്പാസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് സാമാന്യ യുക്തിക്ക് പോലും നിരക്കുക എന്നുള്ളതാണ്. അല്ല അഭിലാഷ്, ഞാൻ അങ്ങ് ഇപ്പൊ ഈ ചർച്ചയിൽ അങ്ങയുടെ ഒരു വാക്കുപിടി സംഭവിക്കുന്നു. ആ വാക്കുപിഴ സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം അങ്ങയുടെ ന്യൂസ് എഡിറ്റോറിയലും തമ്മിൽ വ്യത്യാസമുണ്ട്. വാക്കുപിഴയാണ് നാക്കുപിഴയും എഡിറ്റോറിയലിന്റെ തീരുമാനം എഡിറ്റോറിയലുമാണ്. അതാണ് ഞാൻ താങ്കളോട് പറഞ്ഞല്ലോ, ഒരു മോഷ്ടാവ് വരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പിഴവ് സംഭവിച്ചു, അങ്ങനെയല്ലല്ലോ ഇത് കൂട്ടായി തീരുമാനിക്കുന്നു. കൂട്ടായി എടുത്ത ആലോചനകളുടെ ഭാഗമായി ഒരു തീരുമാനം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനം എടുക്കുമ്പോഴടക്കം വളരെ കൃത്യമായ സാന്നിധ്യം ഉണ്ടാകുന്നു. പിന്നീട് അത് ഞങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നു. അങ്ങനെ ഞങ്ങളുടെ മേധാവി ഒഴിയില്ല. അല്ല, അങ്ങനെ ഒരു കൂട്ടായ തീരുമാനം അല്ല ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുത്തു, ആ തീരുമാനത്തെ അട്ടിമറിക്കുന്നു. ആ തീരുമാനം അട്ടിമറിക്കുകയും ദേവസ്വം തിരുവാഭരണം കമ്മീഷണർ അടക്കം അനുഗമിക്കണം എന്നുള്ള തീരുമാനം അട്ടിമറിച്ചത് എവിടെ നിന്നാ? ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ്. അതിനുശേഷം സ്വർണ്ണപ്പാളി ചെമ്പുപാളിയായി മഹസർ എഴുതുന്നു മറ്റൊരു ഉദ്യോഗസ്ഥൻ. അപ്പോ അവിടെ ഗൂഢാലോചനയുണ്ട്. അതിൽ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം എന്താ? ദേവസ്വം തിരുവാഭരണം കമ്മീഷണർ അടക്കം ഇക്കാര്യത്തിൽ അനുഗമിക്കണമെന്ന തീരുമാനത്തെയാണ് അട്ടിമറിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ 9 ഉദ്യോഗസ്ഥന്മാരെ വിജിലൻസ് ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കപ്പെട്ടിട്ടുള്ളത്. ആ 9 ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന ദേവസ്വം ബോർഡിൽ 2019 നടന്ന സംഭവം 2025 വരെ ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഹസ്കറെ, 2019 നടന്ന സംഭവം 2025 നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ ദേവസ്വം ബോർഡിന് അതിന് ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്നതും ആ ദേവസ്വം ബോർഡ് തീർത്തും നിഷ്കളങ്കരായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഹസ്കറെ നിങ്ങൾക്ക് ഇതിങ്ങനെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുന്നത്? അല്ല, ഇപ്പൊ ഹൈക്കോടതി ഇത് പറഞ്ഞില്ലായിരുന്നു, ഹൈക്കോടതി ഇത് കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നത് ചർച്ച ചെയ്യുന്നു. അല്ല, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നൊരു സേയിങ് ഉണ്ട്. ശ്രീ ആർ വി ബാബു, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറഞ്ഞൊരു സേയിങ് ഉണ്ടല്ലോ. അല്ല, ആ സേയിങ് അനുസരിച്ച് കോടാനുകോടി ഭക്തരുടെ വികാരത്തെയാണ് നിങ്ങൾ ഈ പറയുന്നത് നിസ്സാരവൽക്കരിക്കുന്നത്. ഒരു നിസ്സാരവൽക്കരണം ഇല്ലെന്നേ. വളരെ ശ്രീ ആർ വി ബാബു, വളരെ ഗൗരവതരമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പിൽഗ്രിം സെന്ററിൽ നടന്നിട്ടുള്ള അതിക്രമമാണിത്, മോഷണമാണിത്. ഭാസ്കർ, നിങ്ങളുടെ
അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഇന്ന് പറഞ്ഞൊരു കമന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? യോഗദണ്ഡ് ആരാ കൊണ്ടുപോയി നന്നാക്കിയത്? യോഗദണ്ഡ് ഏതെങ്കിലും ഒരു ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പോവുകയോ ഒന്നുമല്ല. ദേവഹിതത്തിന്റെ അദ്ദേഹത്തിന്റെ മകനെയാണ് ഏൽപ്പിച്ചത്. അപ്പൊ ഇതൊക്കെ ആര് തീരുമാനിച്ചു? എവിടെ തീരുമാനിച്ചു? ഇതിനൊന്നും ഭക്തന്മാരുടെ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വം ഇല്ലാന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഇനി ആ വിജിലൻസ് ഓഫീസർമാർക്ക് കോടതിയുടെ നിരീക്ഷണത്തിലായിരിക്കാം, പക്ഷേ വിജിലൻസ് ആരുടെ നിയന്ത്രണത്തിലാ? ആരുടെ കീഴിൽ അവരൊക്കെ വർക്ക് ചെയ്യുന്നേ? അവർക്ക് ഇനി ഈ പറയുന്ന ദേവസ്വം ബോർഡിനെതിരായിട്ടൊരു റിപ്പോർട്ട് കൊടുക്കാൻ പോലും അവരും ഭയക്കില്ലേ? മുഖ്യമന്ത്രി he has taken a stand. Clear message he has given to that investigation team that whether it is under the monitoring of High Court or not, I am the superior എന്നുള്ള ക്ലിയർ മെസ്സേജ് മുഖ്യമന്ത്രി ഇപ്പൊ കൊടുത്തിരിക്കുകയാണ്. ഇനി ആ ഇൻവെസ്റ്റിഗേഷൻ ആളുകൾക്കെതിരെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോ കൈയൊന്ന് വിറയ്ക്കുന്ന വസ്തുത ഒരിക്കലും ഉണ്ടാവില്ല. അല്ല, അത് സ്വാഭാവികമല്ലേ ശ്രീ ഭാസ്കർ? ഇവിടെ ഇത് ഈ രുദ്രാക്ഷമാല, അത് സ്വർണം പൂശാൻ, സ്വർണം കെട്ടാൻ, അതുപോലെ യോഗദണ്ഡ്, ഇതൊക്കെ പത്മകുമാറിന്റെ മകന് നൽകുമ്പോൾ അത് അദ്ദേഹം ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. ഈ പറയുന്നത് പോലെ ഇത്തരം പ്രവൃത്തികൾക്കൊക്കെ വ്യക്തിപരമായ ഒരു സ്ഥാപനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് എങ്കിൽ ഓക്കെ. ഇത് പക്ഷേ അങ്ങനെയല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി സംശയവും ബലപ്പെടുന്നു. ഒരേ കാലഘട്ടത്തിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തും വരുന്നു. ഭാസ്കർ, അല്ല, അതടക്കം പരിശോധിക്കാന്നേ. കാരണം ഒരു സംശയം വേണ്ട ഇക്കാര്യത്തിൽ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദൈനംദിന നിരീക്ഷണത്തിലാണ് ഇത്രയും ഒരു പബ്ലിക് ഡൊമൈന്റെ മുന്നിൽ ഒരു വ്യക്തി വന്നിരുന്ന് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ നേരെ മറിച്ച് പറയാനുള്ള ഒരു കോടതിയിൽ പറഞ്ഞുകൊണ്ട് മിഴുങ്ങിക്കൊണ്ട് ഇതാണോ എന്ന് ചോദിക്കുന്ന ഒരു ലാഘവത്തോടെ ഇതിനെ കാണാൻ കഴിയുമോ? ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ അജയ് തറയിൽ ദേവസ്വം ബോർഡ് അംഗം കൂടിയാണ്. 2019 കൃത്യമായി തീരുമാനിച്ച് അല്ല, ഞാൻ പറഞ്ഞേക്ക് ദേവസ്വം ബോർഡ് തീരുമാനിച്ച് സെക്രട്ടറിയുടെ ഒരു ഓർഡർ ഇട്ടിരിക്കുന്നു. ചെമ്പ് പാളികൾ കൊണ്ടുപോയി സ്വർണം പൂശാനുള്ള അനുമതിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തുള്ള ഉത്തരവിട്ടത് ആരാ? അട്ടിമറിച്ചതാണോ? ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ്. അവിടെയാണ് ശ്രീ അജയ് തറയിൽ എനിക്കും ഉണ്ടാകുന്ന ഒരു സംശയം. ഈ ഭാസ്കർ പറയുന്നത് പോലെ ഈ അട്ടിമറികളെല്ലാം ആ ബോർഡിലെ മറ്റുള്ളവരെ അറിയാതെയാണ് നടന്നു പോയത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമാണ്. ഇപ്പോൾ ഇതായി പത്മകുമാറിന്റെ മകന്റെ വിഷയം കൂടി വരുന്നു. അതിലും കുറച്ചുകൂടിയൊക്കെ വ്യക്തത വരണം എന്നതുകൊണ്ടാണ് ഞാനത്. വിശ്വസനീയമല്ല. അത് മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ വിഷ്വൽസ് ഉണ്ടാകുമല്ലോ. ഈ വിഷയമുണ്ടായ 2-ാം ദിവസം മുൻ ദേവസ്വം ബോർഡിന്റെ പ്രസ്താവന എന്താ? അത് ചെമ്പുപാളിയായിരുന്നു എന്നാണ് പ്രസ്താവിച്ചത്. അത് സ്വർണം പൂശിയതോ എന്നല്ല പറഞ്ഞത്. അത് ചെമ്പുപാളി ആയിരുന്നു എന്നാണ് മുൻ ദേവസ്വം ബോർഡ് അന്നത്തെ കുറ്റവാളിയായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് ആയിരിച്ചുകൊണ്ടാണ് ഈ മുരാരി ബാബുവിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നത്. മകസർ ഉണ്ടാക്കി പറ്റിയ പിഴയല്ല. മകസർ ഉണ്ടാക്കുന്നത് ഈ ഓർഡർ പ്രകാരം ഈ സാധനം പൊളിച്ചെടുത്തപ്പോഴുള്ള മകസറാണ്. ഞങ്ങളെ ആരും പൊട്ടന്മാരാക്കണ്ട. അതുകൊണ്ട് ദേവസ്വം ബോർഡ് കൃത്യമായ ഓർഡർ ഇട്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട്? ചെമ്പുപാളികൾ എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് ഉത്തരവ്. പൊളിച്ചെടുത്തപ്പോൾ മകസർ ഉണ്ടാക്കി അല്ല, ഒരിക്കലുമല്ല. അതുകൊണ്ട് അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഓൺ ചെയ്യുന്നു. ചെമ്പുപാളിയാണെന്ന് ദേവസ്വം ബോർഡ്. എനിക്ക് ഈ ന്യൂസ് 8 ചാനൽ ഉണ്ടോന്ന് അറിയില്ല. ഏഷ്യാനെറ്റ് ചാനലിൽ കേട്ടതാണ് ഈ മുൻ പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ്. ചെമ്പുപാളിയാണെന്ന്. പിന്നെ നിങ്ങൾ കുറച്ചുപേര് വന്നിരുന്ന് ഈ ചാനൽ വന്നിരുന്ന് തിരുത്തി പറയാൻ ഞങ്ങളൊക്കെ മണ്ടന്മാരാക്കരുത്. അതൊരു വിപരീതമായ അഭ്യർത്ഥനയാണ്. അതുകൊണ്ട് ഇതിന് കോൺസ്പിറസി നടന്നിരിക്കുന്നു. 2017 നവംബറിന് ശേഷം നടന്ന കോൺസ്പിറസി. ആ കോൺസ്പിറസി എന്ന് പറയുന്നത് ഉന്നതന്മാരുടെ ചുമതലയുണ്ട്. കോടാനുകോടി രൂപയ്ക്ക് ഇത് വിറ്റിരിക്കുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല അതിന്റെ പങ്ക് പറ്റിയത്. അതിന് ദേവസ്വം ബോർഡും മന്ത്രിയും അടക്കമുള്ളവർക്ക് പങ്കുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞത്. അതിനെ നിഷേധിക്കൂ. അതിനെ എതിർക്കാൻ കഴിയുമോ? നിങ്ങൾ തെളിയിക്കൂ. ഡ്യൂപ്ലിക്കേറ്റ് ആയി ഉണ്ടാക്കിയ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഒറിജിനൽ എവിടെ? ഞങ്ങൾക്ക് ചോദ്യം അതാണ്. ഒരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത് കേട്ടോ. അജയ് തറയിൽ ഒരു കാര്യം കൂടി ഉണ്ട്. KP അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാല്
നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മൂരാരി ബാബുവിനും രക്ഷപ്പെടാനുള്ള ഒരു 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 ലൂപ്പ് ഹോൾ അവിടെ ഉണ്ട്. ആ ലൂപ്പ് ഹോൾ എന്താണ്? അത് മഹസറിൽ ചെമ്പാണ്. ഞാൻ ചെമ്പ ഇവിടുന്ന് കൊണ്ടുപോയെന്ന് രേഖ പ്രകാരം ചെമ്പല്ലേ കൊണ്ടുപോയത്. അതാണ് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്. ഈ മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഓർഡർ അങ്ങനെയാണ്. അതെ. അപ്പോ മുരാരി ബാബു ശിക്ഷിക്കപ്പെടുന്നു വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശിക്ഷിക്കപ്പെടുന്നു വിചാരിക്കുന്നുണ്ടോ? ഇതൊരു വൈഡ് കോൺസ്പിറസിയാണ്, ഒരു വലിയ ഗൂഢാലോചനയാണ് എന്റെ പിന്നിൽ. അവിടെയാണ് ദേവസ്വം ബോർഡ് പ്രതിയാക്കപ്പെടുന്നത്, അവിടെയാണ് ദേവസ്വം മന്ത്രി അടക്കം പ്രതിയാക്കപ്പെടുന്നത്. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല, വിചാരിക്കുന്നില്ല അവരുടെയൊക്കെ ഈ അന്വേഷണം എത്തുന്നൊന്നും വിചാരിക്കാൻ പാകത്തിനുള്ള മണ്ടനല്ല ഞാൻ. ശരി, അഡ്വക്കേറ്റ് കുറഞ്ഞ പക്ഷം ഈ വിവാദത്തിന് ശേഷം ഇടതുപക്ഷത്തിന്റെ തന്നെ ബോർഡ് അംഗങ്ങൾ പരസ്പരം ചാരിയത് താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. പത്മകുമാറിന്റെ കാലഘട്ടത്തെക്കുറിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ മറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ ഭാഗത്ത് നിന്നുണ്ടായത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അല്ല അഭിലാഷ്, ഇതില് ഏതൊരു കുറ്റകൃത്യത്തെ സംബന്ധിച്ചിടത്തോളം ആ കുറ്റകൃത്യം ദൈവത്തിന്റെ അദൃശ്യമായിട്ട് കരമുണ്ടാകുമെന്ന് പറയാറുണ്ട്. അതുപോലെ ഒരു നിശ്ചയമായും ഇക്കാര്യത്തിൽ തെളിവുകളുണ്ട്. ഇപ്പൊ ഒരുപക്ഷെ ചെമ്പുപാളിയാണെന്ന് മഹസർ ഉള്ളത് കൊണ്ട് അത് ചെമ്പുപാളിയായിരുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്നത് എന്ന് അവകാശപ്പെടാൻ ഏതെങ്കിലും ആളുകൾക്ക് കഴിയും. അപ്പൊ അവിടുത്തെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയതും അത് എവിടെയാണെന്നുമുള്ള അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരുമല്ലോ. അപ്പൊ നിശ്ചയമായി ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയും, അത് ശിക്ഷിക്കാനും കഴിയും, ഒരു സംശയം വേണ്ട. അതിലിപ്പോ മുരാരി ബാബു ആണെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഈ മഹസറിന്റെ ബലത്തിൽ കൈകഴുകി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. കാരണം കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ശരിയാണ് എന്ന് നമുക്ക് സാമാന്യമായി തോന്നും. മുരാരി ബാബുവിന്റെ ഒക്കെ ഒരു പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചു കാണും. എത്ര കോൺഫിഡൻസോട് കൂടിയാണ് അദ്ദേഹം, അതായത് കോടിക്കണക്കിന് രൂപയുടെ ഒരു തട്ടിപ്പ് മോഷണമൊക്കെ നടന്ന ഒരു സംഭവമാണിത്. അതുമാത്രമല്ല, മുരാരി ബാബുവുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ മറ്റു ക്ഷേത്രങ്ങളിലെ ചില വിവരങ്ങൾ പുറത്തൊക്കെ വരുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് സ്വാഭാവികമല്ലേ? കാരണം സംരക്ഷിക്കാൻ ആളുണ്ട് എങ്കിൽ അവിടെ കോൺഫിഡൻസ് ഉണ്ടാകും. എക്സിക്യൂട്ടീവ് പരാജയപ്പെടുന്നിടത്താണ് ജുഡീഷ്യറിയുടെ പ്രിഡോമിനൻസ് ഉണ്ടാവാറുള്ളത്. ഇവിടെ പക്ഷേ അന്വേഷിക്കുന്നത് ആരാണ് സാർ? ജുഡീഷ്യറിയുടെ അന്വേഷിക്കുന്നത് ആരുടെ കീഴിലുള്ള പോലീസാണ്? അങ്ങനെ ഇവിടെ എക്സിക്യൂട്ടീവ് പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ജുഡീഷ്യൽ നേരിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അല്ല, ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് പരാജയപ്പെടുന്നിടത്താണ് ജുഡീഷ്യറിക്ക് പ്രിഡോമിനൻസ് ഉണ്ടാവാറുള്ളത്. ജുഡീഷ്യറി അപ്പൊ ജുഡീഷ്യൽ ആക്ടിവിസം ആണോ എന്നുള്ളതൊരു ചോദ്യം, അടുത്ത ചോദ്യം ചോദിക്കാം. ഇവിടെ ജുഡീഷ്യറി വളരെ കൃത്യമായി ഡേ ടു ഡേ അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ്റെ നോക്കുന്നു. മാത്രമല്ല, ഇതിന്റെ അന്വേഷണത്തിന്റെ ചുമതല മേൽനോട്ടം എന്ന് പറയുന്ന ശ്രീ എച്ച് വെങ്കടേഷ് എന്ന് പറഞ്ഞ ADGP-ക്കാണ്. അദ്ദേഹത്തെ കുറിച്ച് നാളിതുവരെ നമ്മളാരും പൊതുമധ്യത്തിൽ ഏതെങ്കിലും ആക്ഷേപം കേട്ടതായി നാം കണ്ടിട്ടില്ല. അപ്പോ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇതിനെ അട്ടിമറിക്കുമോ എന്ന ഭയപ്പാട് ഇക്കാര്യത്തിൽ വേണ്ട. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളുടെ അവരുടെ വികാരങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രശ്നം. ദ്വാരപാലക ശില്പങ്ങളും ശബരിമലയുടെ കട്ടളയും വാതിൽപ്പാളികളിലെ സ്വർണവും മോഷ്ടിച്ചു കൊണ്ടുപോയത് ആരാണെങ്കിലും, എത്ര ഉന്നതനായിട്ടുള്ള ആളാണെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. അത് ഈ സർക്കാരിന്റെ പ്രതിജ്ഞയാണ്. ഈ സർക്കാർ ഈ ജനങ്ങൾക്ക് മുമ്പിൽ എടുത്തിട്ടുള്ള തീരുമാനമാണ്. ഇതിലെ ഗൂഢാലോചന ഈ സംസ്ഥാന സർക്കാരിനെയും അതുവഴി ദേവസ്വം ബോർഡിനെയും ഒക്കെ അപമാനിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചന കൂടി ഇക്കാര്യത്തിലുണ്ട്. ആ ഗൂഢാലോചന സിദ്ധാന്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം വന്ന് പുറത്തു പറയുന്നു, തന്റെ കൈവശം സഹോദരിയുടെ വീട്ടിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണുന്നില്ല എന്ന് അദ്ദേഹം പുറത്തു പറയുമ്പോ അത് കൃത്യമായി ഏതോ ഒരു ഗൂഢാലോചന, അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോകുന്ന ആളല്ല. ശരി, ഞാൻ അതിലേക്ക് തിരികെ പോകാത്തതിന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ എന്നതുകൊണ്ടാണ്, നമ്മളത് ചർച്ച ചെയ്തതും കൊണ്ടാണ്. അപ്പോൾ താങ്കൾ ഇപ്പോൾ പറയുന്നത് ഈ SIT പ്രത്യേക അന്വേഷണ സംഘം വളരെ കൃത്യമായി കുറ്റവാളികളിലേക്ക് എത്തുമെന്നാണ്. ശ്രീ അജയ് തറയിൽ, നമുക്കറിയാമല്ലോ ഇതിലൊക്കെ രാഷ്ട്രീയ നോമിനികൾ ആണ്. അങ്ങനെ രാഷ്ട്രീയ നോമിനികൾ എന്ന് പറയുമ്പോൾ അതൊന്നും അത്ര ചെറിയ നോമിനികളോ അല്ലെങ്കിലൊന്നും ആയിരിക്കില്ല. ഈ ദേവസ്വം ബോർഡിന്മേൽ സർക്കാരിന് ഇടപെടലൊന്നുമില്ല, സർക്കാർ അതിനെ നിയന്ത്രിക്കാറില്ല എന്നൊക്കെ ഉള്ളതൊരു തമാശയായി മാത്രമേ പൊതുസമൂഹം കാണൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയുള്ള നോമിനികൾ തലപ്പത്തുണ്ട് എങ്കിൽ അവരുടെ അറിവ്, അതിപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയുകയൊന്നുമല്ല, പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ തന്നെ ഈ അന്വേഷണ സംഘത്തിന് അവിടേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുമോ? അങ്ങനെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം 9 കൊല്ലമായി ഇവിടെ നടന്ന സ്വർണ്ണക്കടത്തുകൾ, ആ സ്വർണ്ണക്കടത്തുകൾ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ആ സ്വർണ്ണക്കടത്തുകൾ ഒന്നും നിയമത്തിന് മുമ്പിൽ വന്നില്ല. വലിയ വലിയ സ്വർണ്ണക്കടത്തുകളാണ് നടത്തിയത്. അതിന് ചില ആളുകളെ ജയിലിലിട്ടു, കുറേ ദിവസം ജയിലിൽ കിടന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ളവർ ജയിലിൽ കിടന്നു, സ്വപ്ന സുരേഷ് അടക്കമുള്ളവർ ജയിലിൽ കിടന്നു. എങ്കിൽ പോലും ആ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ലാതെ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കടത്തും വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് CBI ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷിക്കുക, അത് മാത്രമാണ് ഇതിനൊരു പോംവഴിയുള്ളത്. ഈ ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് ഒരു തമാശയാണ്, ഒരു കാര്യമില്ല. ദേവസ്വം വിജിലൻസ് കണ്ടെത്തി എന്ന് പറയുന്നത് കുറെ സത്യമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതിനകത്ത് അവർക്ക് കേസെടുക്കാൻ അത് ഉപദേശക സമിതിയാണ്. അവർക്ക് അത് ഹൈക്കോടതി റിപ്പോർട്ട് കൊടുക്കാം, ദേവസ്വം സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൊടുക്കാം. അതുകൊണ്ട് ഹൈക്കോടതിയാണല്ലോ ആ അന്വേഷണ സംഘത്തിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. നല്ല കാര്യം, ഹൈക്കോടതിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ശരി, ആ അന്വേഷണ സംഘം നീങ്ങട്ടെ, നമുക്കറിയാം. കാരണം ഇതൊരു ക്രിമിനൽ കേസാണല്ലോ. അതുകൊണ്ട് ഈ കേസ് 1-2 ദിവസം തീർന്നു പോകുന്നില്ലല്ലോ. ഈ കേസ് ക്ലോസ് ചെയ്താലും നമുക്ക് റീഓപ്പൺ ചെയ്യാമല്ലോ. ഈ ലോകത്ത് ഒരു ഭരണകൂടം മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് UDF-ന്റെ ഭരണം വന്നാൽ ഇതിനകത്തെ കോൺസ്പിറസിയിൽ പങ്കെടുത്തവർ, ഇതിന്റെ ഓരോ ഭാഗങ്ങളും അടിച്ചു കൊണ്ടുപോയ മുഴുവൻ ആളുകളെയും അകത്താക്കിയിരിക്കും എന്നാണ് എനിക്ക് പറയുന്നത്. ശരി, ശ്രീ RV ബാബു, മുഖ്യമന്ത്രി പറയുന്നത് അന്വേഷണം നടക്കുകയാണല്ലോ എന്ന് തന്നെയാണ്. ഈ പറഞ്ഞ ഗൂഢാലോചനക്കാരടക്കം അപ്പോൾ പുറത്തു വരുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം. പക്ഷേ താങ്കളുടെ പ്രതീക്ഷ എന്താണ്? ഈ പറയുന്നത് പോലെ നമ്മുടെ പോലീസ് സംവിധാനമാണ്, കേരളത്തിലെ പോലീസ് സംവിധാനം മോശമെന്നല്ല കേട്ടോ, വളരെ മിടുക്കരായ ഉദ്യോഗസ്ഥരുണ്ട്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരുണ്ട്, അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ ഈ സംഭവം അല്ലെങ്കിൽ ഈ ക്രമക്കേടിൻ്റെ ഒരു പ്രത്യേകത അറിയാം, അത് എവിടെ നടന്നതാണ്, അത് നിയന്ത്രിക്കുന്ന ബോർഡ് ഏതാണ്, അതിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നവർ എങ്ങനെയാണ് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഈ സംശയം ഞാൻ താങ്കളിലേക്കും പാസ് ചെയ്യുന്നത്. അല്ല, നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ കാര്യക്ഷമതയെ കുറിച്ച് ആർക്കും സംശയമൊന്നുമില്ല. പക്ഷെ പലപ്പോഴും പോലീസ് അനുഭവിക്കുന്ന പ്രശ്നം പോലീസിന് മേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമാണ്. ആ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് പോലീസിന് യഥാർത്ഥത്തിൽ അവരുടെ അന്വേഷണം ശരിയായ ദിശയിൽ നടത്താനോ ഒരു ശരിയായ കണ്ടെത്തലിലേക്ക് എത്താനോ അവർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ് കേരളത്തിലെ പോലീസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരമന്ത്രി പദം കൂടി കൈകാര്യം ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഞങ്ങൾ വളരെ വ്യക്തമായി തുടക്കം മുതൽ ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു CBI അന്വേഷണമാണ്. എന്റെ കാരണം, ഈ വിഷയം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കേരളത്തിന് പുറത്ത് ഈ വിഷയത്തിന്റെ ഒരുപാട് ഘടകങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരുപാട് പണം പിരിവ് നടത്തിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഒരു സംസ്ഥാനാന്തര അന്വേഷണത്തിന്റെ സാധ്യതകൾ വളരെ കൂടുതലുള്ളത് കൊണ്ട്, അത് വേണ്ടി വരുന്നത് കൊണ്ട് ഈ കേരളത്തിലെ ഒരു SITക്ക് കൊണ്ട് മാത്രം ഇത് ഈ അന്വേഷണത്തെ ശരിയായ ദിശയിലേക്ക് നടത്താൻ സാധിക്കുമോ? കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെയാണെങ്കിലും അതിന്റെ പരിമിതികൾ ഞങ്ങൾ. അപ്പോൾ താങ്കൾ പറയുന്നത് ഇത് കേരളത്തിലെ കോടീശ്വരനല്ലേ വിറ്റത്? അല്ല, കോടീശ്വരൻ ഇപ്പൊ ഇതൊക്കെ നമ്മൾ പുറത്തു പോയി എന്ന് പറയുമ്പോൾ ഏത് കോടീശ്വരനാണ് വിറ്റത്? ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ സ്വർണത്തിന്റെ കാര്യം മാത്രമല്ലല്ലോ, അതിനപ്പുറത്തേക്ക് എന്താ? ഇപ്പൊ ചെമ്പും വിറ്റിട്ടുണ്ടെന്നാണല്ലോ, യഥാർത്ഥ ചെമ്പല്ല അവിടെ എത്തിയെന്നാണല്ലോ. സ്വർണ്ണം പൂശിയ കമ്പനി പറയുന്നത് വലിയ പഴക്കമില്ലാത്ത ചെമ്പാണ് എന്നാണ്. അതെ, അപ്പൊ ഞാൻ പറയുന്നത് ഈ ചെമ്പിന്റെ വിലയല്ല നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ശബരിമലയിലെ ചെമ്പാണിത്, ദ്വാരപാലകർക്ക് ഉപയോഗിച്ച ചെമ്പാണ് എന്ന് പറഞ്ഞാൽ, അഭിലാഷേ, ഞാൻ 10 രൂപയുടെ സാധനം ഞാൻ 1000 രൂപ കൊടുത്ത് മേടിക്കും. ഉറപ്പായും മേടിക്കില്ലേ? മേടിക്കും. അപ്പോ അതിന്റെ മൂല്യം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എത്ര കോടി രൂപയ്ക്ക് വിറ്റു, അവിടുത്തെ ചെമ്പ് പോലും എത്ര കോടി രൂപയ്ക്ക് വിറ്റു, എത്ര പണം ഉണ്ടാക്കി, അപ്പൊ ഇതൊക്കെ എവിടെയൊക്കെ വിറ്റു, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? SITക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതിന് പരിമിതി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഴിമതി അന്വേഷിക്കുന്ന സംവിധാനം CBI ആണ് സാധാരണഗതിയിൽ നല്ല രീതിയിൽ അന്വേഷിക്കാറുള്ളത്. അപ്പൊ ഏതായാലും ഈ വിഷയത്തിൽ ഹിന്ദു സംഘടനകൾ അന്ന് നിന്ന് ഉറപ്പിച്ചു പറയുന്നത് ഇതൊരു CBI അന്വേഷണം എന്നുള്ള കാര്യത്തിലാണ്. 2, ഈ ദേവസ്വം ബോർഡിന് തുടരാൻ അവകാശമില്ല, ഈ ദേവസ്വം ബോർഡ് രാജിവെക്കണം എന്നാണ് ഇപ്പൊ. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ദേവസ്വം ബോർഡിന് എക്സ്റ്റൻഷൻ കൊടുക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇത് ഭക്തന്മാരോടുള്ള വെല്ലുവിളിയാണ്, സത്യത്തിൽ വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ്.
അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡിന് ഒരു എക്സ്റ്റൻഷൻ കൊടുത്തുകൊണ്ട് പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കാനുള്ള തീരുമാനം അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനമാണ് എങ്കിൽ കൂടി അത് വലിയ തോതിലുള്ള തിരിച്ചടി ഗവൺമെന്റിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. റൈറ്റ്. എന്തായാലും നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഓൺലൈൻ വഴിയുള്ള ചോദ്യം എന്നത് സ്വർണ്ണക്കൊള്ള SITക്ക് തെളിയിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ഞങ്ങൾ ചോദിച്ചത്. അതിൽ 58% പ്രേക്ഷകർ സ്വർണ്ണക്കൊള്ള തെളിയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ആണ് പ്രകടിപ്പിക്കുന്നത്. 39% പ്രേക്ഷകർ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് അഭിപ്രായം രേഖപ്പെടുത്താത്തവർ 3% എന്നതാണ്. എന്തായാലും ശബരിമലയിലെ അന്വേഷണം, അതായത് സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ആ അന്വേഷണ സംഘം 6 ആഴ്ചയ്ക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്നാണ് ഹൈക്കോടതി തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ഉന്നതരായവർ രാഷ്ട്രീയ നേതൃത്വത്തിനൊക്കെ പങ്കുണ്ടോ എന്നതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിലാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്ന നിരീക്ഷണത്തിലേക്ക് കൂടി എത്തുമ്പോൾ വളരെയധികം നന്ദി. പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.